NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജിവെച്ചത്. ചാക്കോയ്ക്കെതിരെ ശശീന്ദ്രൻ പക്ഷം നീക്കം നടത്തിയിരുന്നു. പ്രജിത് മോഹനൻ ചേർന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, മന്ത്രിയുടെ ശശീന്ദ്രന്റെ രാജിക്കായി ബഹളം, പിന്നീട് PC ചാക്കോ തന്നെ രാജിവെച്ചൊഴിയുന്ന സാഹചര്യം, എന്താണ് വിവരങ്ങൾ? അതായത് മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിക്കാൻ തയ്യാറായി PC ചാക്കോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്ന ഒരു കാര്യം. NCPയിലെ മന്ത്രിസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ട്. എന്നാൽ പിന്നീട് അതേ PC ചാക്കോ ഇപ്പോൾ ഇതാ NCP വിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെ മുന്നോട്ട് പോയി. അതിനുവേണ്ടി ഒരുപാട് ചരടുവലികൾ നടത്തി. NCP ദേശീയ നേതൃത്വത്തെ കൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചു. ഇതിനിടയിൽ CPMന്റെ ദേശീയ നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒടുവിൽ NCPയിൽ നിന്ന് PC ചാക്കോ ഒന്ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അങ്ങനെ ഒടുവിൽ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ശശീന്ദ്രൻ വിഭാഗം ശക്തമായി PC ചാക്കോയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് കൂടി സ്വീകരിച്ചപ്പോഴാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ രീതിയിൽ ദേശീയ അധ്യക്ഷൻ ആയ ശരത് പവാറിന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും താൻ രാജിവെക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയും ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം അത് ശരത് പവാറാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി മാത്രം തുടരുകയാണ് എന്നുള്ളതുമാണ് PC ചാക്കോ അറിയിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AK ശശീന്ദ്രൻ NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കത്തയക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. അതായത് PC ചാക്കോയും തോമസ് കെ തോമസും ഒരുമിച്ച് നിന്നാണ് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയത്. ഒടുവിൽ അത് പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ തോമസ് കെ തോമസ് നേരെ മറുകണ്ഠം ചാടി AK ശശീന്ദ്രനൊപ്പം ചേർന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയത്തിലെ തന്നെ വലിയ മറുകരച്ചാട്ടങ്ങളിലേക്ക് ഒന്നാണ് ഈ PC ചാക്കോയുടെ പക്ഷത്ത് നിന്നും തോമസ് കെ തോമസ് നേരെ ശശീന്ദ്രൻ പക്ഷത്തേക്ക് പോയത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. അതുവരെ കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി യോഗം വരെ ഈ രീതിയിൽ തോമസ് കെ തോമസ് NCP അധ്യക്ഷനായിരുന്ന PC ചാക്കോയ്ക്ക് ഒപ്പമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ മാറുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ അത് AK ശശീന്ദ്രനൊപ്പമാണ് എന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ചതിന് ശേഷമാണ് തോമസ് കെ തോമസ് മറുകണ്ഠം ചാടിയതെന്നുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. തുടർന്ന് AK ശശീന്ദ്രൻ വിഭാഗത്തിന് വലിയ ശക്തി വരുന്നു. വിവിധ ജില്ലാ അധ്യക്ഷന്മാരും PC ചാക്കോയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ശശീന്ദ്രൻ പക്ഷം NCP ദേശീയ നേതൃത്വത്തെ കൃത്യമായി വിവരങ്ങൾ അറിയിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇനി PC ചാക്കോയുടെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 6-ാം തീയതി നടന്നിരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ വിഭാഗം പങ്കെടുത്തിരുന്നില്ല. അതോടൊപ്പം തന്നെ 18-ന് വിളിച്ചിരിക്കുന്ന യോഗത്തിലും ശശീന്ദ്രൻ പക്ഷം പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാട് അറിയിച്ചിരുന്നു. അങ്ങനെ സമ്മർദ്ദം PC ചാക്കോയ്ക്ക് മുകളിലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒടുവിൽ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൂർണ്ണ പിന്തുണ ശശീന്ദ്രന് മുഖ്യമന്ത്രി നൽകുന്നതോടെ NCPയിലെ ഒരു അധികാര കേന്ദ്രം പൂർണ്ണമായി AK ശശീന്ദ്രനായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ ഘട്ടം മുതൽ തന്നെ ശശീന്ദ്രനെ മാറ്റാനുള്ള നീക്കങ്ങൾ PC ചാക്കോ സജീവമാക്കിയ സമയത്ത് പോലും ശശീന്ദ്രൻ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഒരു അതൃപ്തനാകുന്നു അല്ലെങ്കിൽ ഒരു ഇളക്കം തട്ടുന്ന രീതിയിലേക്കൊന്നും അദ്ദേഹം പോയിരുന്നില്ല. പൂർണ്ണമായും മുഖ്യമന്ത്രിയിൽ വിശ്വാസം ഉറപ്പിച്ച ശശീന്ദ്രൻ നിലനിന്നിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നതും എല്ലാം ആ രീതിയിൽ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി നൽകുന്ന അകമഴിഞ്ഞ പിന്തുണ തന്നെയായിരുന്നു ശശീന്ദ്രന്റെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്ത് കാട്ടി തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ NCPയിലെ അധികാര വടംവലിയിൽ ജയിച്ചിരിക്കുന്നു. തന്നെ നീക്കാൻ നിന്ന തോമസ് കെ തോമസിനെയും തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിലെ 2 MLA-മാരും ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ശശീന്ദ്രൻ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന കത്ത് ഈ സാഹചര്യത്തിൽ ശരത് പവാർ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പോലും തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ളൊരു ആവശ്യം ഒരു പ്രമേയം പോലെ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും ഇപ്പോൾ ഒരു കേരളത്തിലെ നല്ലൊരു ഭാഗം ജില്ലാ പ്രസിഡന്റുമാരും NCP സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് വരണമെന്ന ആവശ്യം കൂടി ഉയർത്തുന്ന സാഹചര്യത്തിൽ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് തന്നെയായിരിക്കും. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തും തുടരുന്നു. അങ്ങനെ ശശീന്ദ്രനൊപ്പം നിൽക്കുന്ന ആൾ സംസ്ഥാന അധ്യക്ഷനായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തും തുടരുന്നു. PC ചാക്കോയ്ക്ക് ഇനി NCPയിലധികം വലിയ ഭാവിയൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശരി പ്രജിത്ത്.